മാധവൻ: ഞാൻ ഇന്ദുലേഖ പറഞ്ഞതിൽ യോജിക്കുന്നില്ല. എങ്കിലും ഈ സംഗതിയെപ്പറ്റി ഞാനിനി തർക്കിക്കുന്നില്ല. എനിക്ക് മുമ്പത്തെ പോലെ ഇന്ദുലേഖയുമായി തർക്കിച്ചു കൊണ്ടിരിക്കാൻ മനസ്സിന് സുഖമില്ല. ഇന്ദുലേഖ: ഞാൻ വിചാരിച്ചു ചതുരംഗം കളിക്കാനേ രസമില്ലാതായിട്ടുള്ളൂ എന്ന്. ഇപ്പോൾ എന്നോട് സംസാരിക്കാനും രസമില്ലെന്നു കേട്ടത് ആശ്ചര്യം. മാധവൻ: എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഞാൻ ഒരു നിർഭാഗ്യവാനാണെന്ന് തോന്നുന്നു. വൃഥ മനഖേദമുണ്ടാവുന്നത് നിർഭാഗ്യമല്ലേ? ഇന്ദുലേഖ: ആ ഖേദത്തെ പരിഹരിപ്പാൻ ശക്തിയില്ലാതെ പോകുന്നത് നിർഭാഗ്യം. മാധവൻ: ആ ഖേദം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് ഇന്ദുലേഖ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഇന്ദുലേഖ: ഖേദം എന്താണെന്നറിഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ നോക്കാം എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചു. ഇന്ദുലേഖ: കളിക്കൂ, മാധവന്റെ കുതിരയെ ഞാൻ വെട്ടാൻ പോകുന്നു. കരു കയ്യിൽ പിടിച്ച് ഖേദം എന്ന് പറഞ്ഞ് മേൽപോട്ട് നോക്കിയത് മതി. കളിക്കൂ, കുതിരയെ രക്ഷിക്കാൻ കഴിയുമോ? കാണട്ടെ മിടുക്ക്. മാധവൻ: വരട്ടെ, ഞാൻ ഇപ്പോൾ കളിക്കുന്നില്ല. കളിച്ചാൽ ശരിയാവുകയില്ല. ഞാൻ ഈ കോച്ചിന്മേൽ കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കരു മേശമേൽ തന്നെ വെച്ച് മാധവൻ കോച്ചിന്മേൽ പോയി കിടന്നു. ഇന്ദുലേഖ അവിടുന്ന് ചിരിച്ചും കൊണ്ട് എഴുന്നേറ്റ് ശാകുന്തളം നാടകം ബുക്കെടുത്ത് ഒരു കസാലമേൽ ഇരുന്ന് വായിച്ചു തുടങ്ങി. മാധവൻ: എന്താണാ പുസ്തകം? ഇന്ദുലേഖ: ശാകുന്തളം. മാധവൻ: എവിടെയാണ് വായിക്കുന്നത്? ഇന്ദുലേഖ: എന്താണ്, ഉറക്കെ വായിക്കണോ? മാധവൻ: വായിക്കൂ. ഇന്ദുലേഖ ഒരു ശ്ലോകം വായിക്കുന്നു. ക്ഷാമക്ഷാമകപോലമാനനമുര കാഠിന്യമുക്തസ്തനാ മധ്യഃ ക്ലാന്തധരഃ പ്രഗാമവിനദാ വസോ ഛവി പാണ്ഡുരാ ശോച്യാ ച പ്രിയദർശനാ ച മദന ക്ലിഷ്ടേയമാലക്ഷ്യത്തെ പത്രാണമിവ ശോഷണേന മരുതാ സ്പൃഷ്ടാലതാ മാധവി. മാധവൻ: ശിവശിവ, ഇങ്ങനെയൊന്ന് കണ്ടിരുന്നാൽ എൻ്റെ വ്യസനം തീർന്നിരുന്നു. ഇന്ദുലേഖ: ശകുന്തളയെ എങ്ങനെ ഇനി കാണാൻ കഴിയും? ശകുന്തളയെ മനസ്സിൽ നന്നായിട്ട് വിചാരിച്ച് കണ്ണ് മുറുക്കെ അടച്ച് കിടന്നോളൂ. എന്നാൽ ഒരു സമയം സ്വപ്നമെങ്കിലും കാണാമായിരിക്കാം. മാധവൻ: ഇന്ദുലേഖ വളരെ സുന്ദരിയാണെങ്കിലും വിദുഷിയാണെങ്കിലും ഇന്ദുലേഖയുടെ മനസ്സ് വളരെ കഠിനമുള്ള മാതിരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദുലേഖ: അതെ, എൻ്റെ മനസ്സ് വളരെ കഠിനമാണ്. ആട്ടെ, ശാകുന്തളത്തിൽ ഇനി ഏത് ശ്ലോകം ചൊല്ലട്ടെ? മാധവൻ: ഏതാണ്? ഇന്ദുലേഖ മറ്റൊരു ശ്ലോകം വായിക്കുന്നു. അനാഘ്രാതം പുഷ്പം കിസലയമൂലനം കരരുഹൈ രനാവിദ്ധം രത്നം മധുനവമനാസ്വാദിതരസം അഖണ്ഡം പുണ്യാനാം ഫലമിവ ച തദ്രൂപമനഘം ന ജാനേ ഭോക്താരം കമിഹ സമുപസ്ഥാസ്ത്യതി വിധിഃ. മാധവൻ: അത് ഞാൻ ചൊല്ലേണ്ട ശ്ലോകമല്ലേ? ഇന്ദുലേഖ: ശാകുന്തളത്തിലുള്ളതാണ്, ആർക്കെങ്കിലും ചൊല്ലാം. മാധവൻ: മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഒരു അഹങ്കാരം വിചാരിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: തൻ്റെ സമസൃഷ്ടികളിൽ കരുണ വേണ്ട ദിക്കിൽ അതിനു പകരം പരിഹസിച്ചാൽ അത് അഹങ്കാരമല്ലേ? ദുഷ്ടതയായുള്ള അഹങ്കാരമല്ലേ? ഇന്ദുലേഖ: പരിഹസിച്ചാൽ അങ്ങനെ തന്നെ. മാധവൻ: ഇന്ദുലേഖ പരിഹസിക്കുന്നില്ലേ? ഇന്ദുലേഖ: ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വല്ലതും വായിക്കണോ? ഞാൻ ബുക്കെടുത്ത് വരാം. മാധവൻ: എനിക്കൊന്നും വായിക്കേണ്ട. ഇന്ദുലേഖ: എന്നാൽ ഭർതൃഹരി വായിച്ചോളൂ. മാധവൻ: എനിക്കൊന്നും വായിക്കേണ്ട, ദയവ് ചെയ്ത് എന്നെ പരിഹസിക്കാതിരുന്നാൽ മതി. ഇന്ദുലേഖ: എന്നാൽ ഞാൻ കുറെ വീണ വായിക്കട്ടെ, മനസ്സിന് കുണ്ഠിതമുണ്ടെങ്കിൽ അത് പോകും. മാധവൻ: എനിക്ക് വീണ വായന കേൾക്കേണ്ട. ഇന്ദുലേഖ: എന്നാൽ ഉറങ്ങിക്കോളൂ, ശകുന്തളയെയും വിചാരിച്ചോളൂ. വേണമെങ്കിൽ ഈ നാടക ബുക്ക് അടുക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് ഇന്ദുലേഖ ബുക്കും എടുത്ത് മാധവന്റെ അടുക്കൽ പോയി. പുസ്തകം വേണ്ടേ എന്ന് ചോദിച്ചു. മാധവൻ: എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത്? ഇതിൽ എന്താണ് അങ്ങൊരു സുഖം? ഇന്ദുലേഖ: ഇത് പരിഹാസമോ? ഞാനറിയില്ല. എന്നാൽ എന്തായാലും എനിക്ക് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതും പറയുന്നതും ബഹു സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ മാധവൻ കളിക്കാൻ വരൂ, കുതിരയെ തടുക്കൂ, എണീക്കൂ. മാധവൻ: എനിക്ക് കുതിരയും ആനയും ഒന്നും വേണ്ട. ഇന്ദുലേഖ: ശകുന്തളയെ വിചാരിച്ച് കിടന്നാൽ മതി അല്ലേ? മാധവൻ: അതെ, ശരി, അത് മതി. ഇന്ദുലേഖ:
എന്നാൽ അങ്ങനെയാവട്ടെ, ഈയിടെ നായാട്ടിന് പോവാറില്ലേ? തോക്കുകളും വെടിയും ഘോഷവും എല്ലാം ഒന്ന് നിലച്ചു കാണുന്നുവല്ലോ. ഇതിനെന്തു സംഗതി? മാധവൻ: എനിക്കൊന്നിനും മനസ്സില്ല. ഇന്ദുലേഖ: എന്താണ്, ബുദ്ധിക്ക് വല്ല സ്ഥിരക്കേടും തുടങ്ങാൻ ഭാവമുണ്ടോ? മാധവൻ: ഒരു സമയം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദുലേഖ: എന്നാൽ അതിന് വല്ല ഉപശാന്തിയും വരുത്തുവാൻ നോക്കണ്ടേ? മാധവൻ: നോക്കണം. ഇന്ദുലേഖ: എന്നാൽ മാധവന്റെ അച്ഛനോട് ഉടനെ പറയണം. ഞാൻ പറഞ്ഞു കളയാം. എനിക്ക് ചായ കുടിപ്പാൻ സമയമായി. മാധവനും ചായ കൊണ്ടുവരട്ടെ? മാധവൻ: എനിക്ക് ചായ വേണ്ട. ഇന്ദുലേഖ: പലഹാരം വേണമോ? മാധവൻ: വേണ്ട. ഇന്ദുലേഖ: എന്താണ്, വയറ്റിനും സുഖക്കേടുണ്ടോ? മാധവൻ: സകല ദിക്കിലും സുഖക്കേട് തന്നെ. ഇന്ദുലേഖ: എന്നാൽ ഇത് വല്ലാത്ത സുഖക്കേട് തന്നെ. മാധവൻ: വല്ലാത്ത രോഗം തന്നെയാണെന്ന് തോന്നുന്നു. ഒരു സമയം ഇതിൽ നിന്ന് സുഖപ്പെട്ടു വരാൻ പ്രയാസം. എൻ്റെ മനസ്സിന് ഒരിക്കലും സമാധാനം വരുമെന്ന് തോന്നുന്നില്ല. ഇന്ദുലേഖ, ഈ കോച്ചിന്മേൽ കുറെ ഇരിക്കൂ. വിരോധമുണ്ടോ? ഇന്ദുലേഖ: വളരെ വിരോധമുണ്ട്. മാധവൻ യൗവനയുക്തനായ ഒരു പുരുഷനായി. ഞാനും യൗവനയുക്തയായ ഒരു സ്ത്രീയാണ്. പണ്ട് കുട്ടിയിൽ കളിച്ച പോലെ ഇനി കളിക്കാമോ? മാധവൻ: കോച്ചിന്മേൽ ഒന്നായി ഇരിക്കുന്നതിന് എന്താണ് വിരോധം? ഇന്ദുലേഖ: ബഹുവിരോധമുണ്ട്. ഒരിക്കലും ഒന്നായി ഇരിപ്പാൻ നമ്മൾക്ക് ഇപ്പോൾ പാടില്ല. മാധവൻ: എപ്പോഴെങ്കിലും പാടുള്ള ഒരു കാലം ഇനി ഉണ്ടാകുമോ എന്ന് അറിവാനും നിവൃത്തിയില്ല, അല്ലേ? എന്തു ചെയ്യാം? ഇന്ദുലേഖ: അതെ, ഭാവിയായ കാര്യത്തെക്കുറിച്ച് തീർച്ച പറവാൻ ആർക്കും സാധിക്കുന്നതല്ലല്ലോ. മാധവൻ ദീർഘത്തിൽ ഒന്ന് നിശ്വസിച്ചിട്ട്: ആർക്കും പറവാൻ കഴിയില്ല. ശരി തന്നെ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് കുട്ടിപ്പട്ടര് ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു. മാധവൻ എഴുന്നേറ്റു പോയി. ഒന്നും വിചാരിച്ച പോലെ അന്ന് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. മാധവൻ പിന്നെ ദിവസം കഴിച്ചു കൂട്ടിയത് പറവാൻ കൂടി എനിക്ക് സങ്കടം. ഇന്ദുലേഖ എന്തു തന്നെ പറഞ്ഞാലും ചിരിച്ചാലും കളിച്ചാലും മാധവൻ ഒരു മൗനവ്രതത്തിലായി. ചിലപ്പോൾ ഇന്ദുലേഖ എന്താണ് മനസ്സിനൊരു മൗഢ്യം എന്ന് ചോദിക്കും. അതിന് മാധവൻ ഉത്തരം പറയാൻ പുറപ്പെടുന്നതിന് മുമ്പ് മറ്റൊന്ന് ചോദിക്കും. ഒരു ദിവസം വൈകുന്നേരം ഇന്ദുലേഖ മേൽ കഴുകാൻ പോകുമ്പോൾ മാധവൻ ഇന്ദുലേഖയുടെ മാളികമേൽ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് അരപ്പായ കടലാസു നിറച്ച് തൻ്റെ മനോവ്യഥകളെ എല്ലാം എഴുതി ഇന്ദുലേഖയുടെ എഴുത്തുമേശമേൽ വെച്ചുപോയി. മാധവൻ പിറ്റേ ദിവസം രാവിലെ ഇന്ദുലേഖയുടെ മാളികമേൽ വന്ന്, ഞാനിവിടെ ഒരു കടലാസ് എഴുതി വെച്ചിരുന്നുവല്ലോ, അത് വായിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ദുലേഖ എനിക്കൊന്നും നിശ്ചയമില്ല എന്ന് പറഞ്ഞ് മാധവനോട് വേറെ ഒരു കാര്യം ചോദിച്ചു. മാധവൻ എന്തു തന്നെ സങ്കടം കാണിച്ചാലും അത് നിമിത്തം ഇന്ദുലേഖയ്ക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായതായി കണ്ടില്ല. ഇന്ദുലേഖയ്ക്കുണ്ടായിരുന്ന അനുരാഗം കേവലം മറച്ചു വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നാൾ നല്ല ചന്ദ്രികയുള്ള ഒരു രാത്രിയിൽ മാധവൻ താനെ പൂവരങ്ങു മാളികയുടെ തെക്കേ മുറ്റത്ത് ചന്ദ്രനെയും നോക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഇന്ദുലേഖ മാളികയുടെ മുകളിൽ നിന്ന് ജാലകത്തിൽ കൂടി നോക്കിയപ്പോൾ മാധവനെ കണ്ട് മാധവ മാധവ എന്ന് വിളിച്ചു. മാധവൻ എന്താണ്? ഇന്ദുലേഖ ചന്ദ്രോപാലംഭമോ? ചന്ദ്രിക മുകളിൽ ഈ അറയിലും ധാരാളമുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്നതിന് വിരോധമുണ്ടോ? മാധവൻ ഞാൻ കയറി വരുന്നില്ല. ഒരു കോച്ചിന്മേൽ ഒന്നായിരിക്കുന്നത് വിരോധമുള്ള കാര്യമാണെങ്കിൽ രാത്രി ഒരറയിൽ നാം രണ്ടാളും കൂടി ഇരിക്കുന്നതിന് വിരോധമില്ലേ? ഇന്ദുലേഖ അതെ, ശരിയാണ്, വിരോധമുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ ഓർക്കാതെ പറഞ്ഞു പോയി. ഞാൻ ഇറങ്ങി മുറ്റത്ത് വരാം. മാധവൻ എനിക്ക് വേണ്ടി വരണമെന്നില്ല. ഇന്ദുലേഖ എനിക്ക് വേണ്ടി തന്നെ വരാം. മാധവൻ അതിനെനിക്ക് വിരോധമില്ല. ഇന്ദുലേഖ മുകളിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് ബഹുമനോഹരമായ ചന്ദ്രികയിൽ മാധവന്റെ അടുക്കപ്പോയി നിന്നു. കയ്യിൽ താൻ തന്നെ അന്ന് വൈകുന്നേരം കെട്ടിയുണ്ടാക്കിയ ഒരു മുല്ലമാലയും ഉണ്ടായിരുന്നു. അതിധവളമായിരിക്കുന്ന ചന്ദ്രികയിൽ ഇന്ദുലേഖയുടെ മുഖവും കുന്തളഭാരവും ശരീരവും ആകെപ്പാടെ കണ്ടപ്പോൾ മാധവന് വല്ലാതെ മനസ്സിന് ഒരു ഭ്രാന്തി ഉണ്ടായി. ഈശ്വര, ഈ സുന്ദരിക്ക് എന്നിൽ അനുരാഗമുണ്ടായാൽ എന്നെപ്പോലെയുള്ള ഭാഗ്യവാൻ ആര്? ഇല്ലാതെ പോയെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്തിന്? ക്ഷണത്തിൽ ജീവത്യാഗം ഉത്തമം എന്നിങ്ങനെ മാധവൻ വിചാരിച്ചു. ഇന്ദുലേഖയ്ക്കോ അങ്ങുണ്ടായ വിചാരത്തിനും അശേഷ
പ്രകൃതഭേദവും കുറവും ഉണ്ടായിരുന്നില്ല. ശക്തി അല്പം കൂടിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ദുലേഖ തൻ്റെ വിചാരങ്ങൾ മനസ്സിൽ അടക്കിയിരുന്നതിനാൽ തന്നെ. മനസ്സിനുണ്ടാവുന്ന സ്തോഭങ്ങൾ ബാഹ്യചേഷ്ടകളെ കൊണ്ട് വളരെ ചുരുക്കുവാനും ലഘുവാക്കുവാനും കഴിയുന്നവകളാണ്. കഠിന വ്യസനത്തിൽ ഉറക്കെ കരയുന്നത് ഒരുവിധം വ്യസനോത്കർഷതയെ ശമിപ്പിക്കും. അങ്ങനെ തന്നെ ആഹ്ലാദത്തിലോ ഹാസ്യരസത്തിലോ ചിരിക്കുന്നതും. പിന്നെ തൻ്റെ വ്യസനങ്ങളെക്കുറിച്ച് ഒരുവൻ തൻ്റെ സ്നേഹിതനോട് തുറന്ന് വെളിവായി പറയുന്നതിനാൽ തന്നെ അല്പം വ്യസനശാന്തി ഉണ്ടാവാം. കഠിന വ്യസനം ഉള്ളിലുള്ളത് കേവലം മറച്ച് വേറെ ഒരു രസം നടിക്കുമ്പോഴാണ് ഒഴുകിപ്പോവുന്ന വെള്ളത്തെ ഇടയിൽ കെട്ടി നിർത്തിയാൽ ഉണ്ടാവുന്നതുപോലെ ഉള്ളിൽ നിർത്തുവാൻ നിവൃത്തിയില്ലാത്ത വിധം അധികരിക്കുന്നതും ചിലപ്പോൾ വിചാരിയാതെ പുറത്തേക്ക് ചാടിപ്പോവുന്നതും. മിറ്റത്ത് വന്ന് ചന്ദ്രികയിൽ മാധവന്റെ അതികോമളമായ മുഖത്തിൽ നിന്ന് സ്പഷ്ടമായി കാണാവുന്ന വ്യഥയെ കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്കും മനസ്സ് സഹിച്ചില്ലെന്നു തന്നെ പറയാം. ഒന്നാമത് ചന്ദ്രിക എന്നതു തന്നെ മനസ്സിന് വളരെ ഉദ്ദീപനകരമായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ചന്ദ്രികയിങ്കൽ മാധവനെ പോലെ തന്നോടും തനിക്കും കഠിനമായ അനുരാഗം അന്യോന്യമുള്ള അതിസുന്ദരനായ ഒരു യുവാവെ താനെ അടുത്തു കാണുമ്പോൾ ഇന്ദുലേഖയ്ക്ക് കഠിനമായ വ്യഥ ഉണ്ടായി എന്നും പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയെല്ലാം ഉണ്ടായി എങ്കിലും തൻ്റെ ബുദ്ധിസാമർഥ്യം കൊണ്ടും ക്ഷമയാലും ധൈര്യത്താലും ഇന്ദുലേഖ തൻ്റെ മനോവ്യഥയെ ലേശം പുറത്തു കാട്ടാതെ തന്നെ നിന്നു. കുറേ നേരം രണ്ടാളും അന്യോന്യം ഒന്നും പറയാതെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ ഇന്ദുലേഖ താഴെ കാണിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലി. സ്വൈര്യം കൈരവ കോരകാൻ വിതലയൻ ന്യൂനാം മനഃ ഖേദയ നംഭോജാനി നിമീലയൻ മൃഗദൃശാമാനം സമുന്മൂലയൻ ജ്യോത്സ്നാം കന്തളയൻ ദിശോ ധവളയന്നംഭോതി മുദ്വേലയൻ കോകാനാകുലയൻ തമഹ കബളയൻ നിന്ദു സമുജ്രംഭതേ. മാധവൻ: ഈ ശ്ലോകമുണ്ടാക്കിയ ആൾ ചന്ദ്രന്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാം ശരിയായി അറിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ദുലേഖ: അതെന്താണ്? മാധവൻ: മൃഗദൃശാമാനം സമുന്മൂലയൻ എന്ന് പറഞ്ഞ ഗുണം ശരിയായി ഉള്ളതാണെങ്കിൽ അതിപ്പോൾ കാണണ്ടേ? ഇന്ദുലേഖ ചിരിച്ചും കൊണ്ട്: എന്നാൽ വേറെ ഒരു ശ്ലോകം ചൊല്ലാം. യാമിനി കാമിനി കർണകുണ്ഡലം ചന്ദ്രമണ്ഡലം മാരനാരാജ നിർമ്മാണ ശാണ ചക്രമിവോദിതം. മാധവൻ: മാരനാരാജങ്ങൾ സ്ത്രീകളിൽ കുറെ കാലമായി പ്രയോഗിച്ചു വരാറില്ലെന്ന് തോന്നുന്നു. ഇന്ദുലേഖ: സ്ത്രീകൾ സാധുക്കളല്ലേ, ഭീരുക്കളല്ലേ, കാമദേവന് ദയ തോന്നി വേണ്ടെന്ന് വെച്ചതായിരിക്കാം. മാധവൻ: എന്നാൽ ആ കാമദേവൻ മഹാദുഷ്ടൻ എന്ന് മാത്രമല്ല ഒരു വിഡ്ഢി കൂടിയാണെന്ന് ഞാൻ പറയും. സ്ത്രീകളിൽ ദയ കൊണ്ട് പ്രയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ പുരുഷന്മാരിൽ പ്രയോഗിച്ചിട്ട് എന്താണൊരു സാധ്യം? പുരുഷന്മാരെ പ്രയോജനമില്ലാതെ ഉപദ്രവിക്കുന്നതെന്തിന്? ഇന്ദുലേഖ: അത് ശരി. എന്നാൽ പുരുഷന്മാരെ ഉപദ്രവിച്ചാൽ അവർ ശക്തന്മാരാകയാൽ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സാധുക്കളായ സ്ത്രീകളെ പുരുഷന്മാർ നേരിട്ട് ഉപദ്രവിച്ചോളും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കാമദേവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ ഞാനൊരു മുല്ലമാല കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഇന്ന് ഞാൻ തന്നെ കെട്ടിയുണ്ടാക്കിയതാണ്. ഇതിൻ്റെ നായകമണിയാക്കി കെട്ടിയിരിക്കുന്ന ഈ ചെറിയ താമരപ്പൂവ് ഞാൻ തന്നെ ഇന്ന് രാവിലെ പൂവള്ളി പടിഞ്ഞാറേ കുളത്തിൽ നിന്ന് പറിച്ചതാണ്. ഈ മാല മാധവന്റെ കുടുമയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതാ എടുത്തോളൂ. മാധവൻ മുല്ലമാല കൈകൊണ്ട് വാങ്ങി. വാങ്ങുമ്പോൾ മാധവന്റെ കൈ വിറയ്ക്കുന്നു എന്ന് ഇന്ദുലേഖയ്ക്ക് തോന്നി. ഇന്ദുലേഖ: എന്താണ് കൈ വിറയ്ക്കുന്നത്? മാധവൻ: കാമദേവന്റെ ബാണമല്ലേ, ഭയപ്പെട്ടിട്ടുള്ള വിറ തന്നെ. ഇന്ദുലേഖ ഒന്ന് ചിരിച്ചു. മാധവൻ താമരപ്പൂവ് കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ട്: ശോഭാ സർവസ്വമേഷാം പ്രഥമമപഹൃതം യത്വയാ ലോചനാഭ്യാം മാധീമാധുര്യസാരഹ തവ കളവചസാമാർദ്ദവം ത്വൽപ്രതീകൈഃ സ്ഥാനഭ്രംശോ മഹീയാനഭിജ വിരജിതഃ ത്വന്മുഖസ്പർദ്ധിനാം വൈ പത്മാന ബന്ധനാത്വം വിരമവരദനോഭിഷ്ടഭേഷേണ കിം സ്യാൽ. ഇന്ദുലേഖ: ഒന്നാന്തരം ശ്ലോകം, എനിക്കിത് പഠിക്കണം. മാധവൻ: ഈ മാലയിൽ ഒരു ചെറിയ കഷ്ണം ഞാൻ മുറിച്ചെടുത്ത് കുടുമയിൽ ചൂടാം. ശേഷം മുഴുവനും ഇന്ദുലേഖയുടെ തലമുടിയിൽ തന്നെ വെക്കുന്നതാണ് യോഗ്യത. ഇന്ദുലേഖ:
യോഗ്യത എങ്ങനെയെങ്കിലും ആവട്ടെ, മാധവന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. മാധവൻ: ഇഷ്ടം പോലെ ചെയ്യുവാൻ സമ്മതമോ? ഇന്ദുലേഖ: മാലയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ചെയ്തോളൂ. മാധവൻ മാല കഷണിച്ച് ഒരു ചെറിയ കഷ്ണം തൻ്റെ കുടുമയിൽ വെച്ചു. ശേഷം മുഴുവനും കയ്യിൽ തന്നെ പിടിച്ച് ഇന്ദുലേഖയുടെ മുഖത്തേക്കൊന്ന് നോക്കി. മാധവൻ: ഇത് ഞാൻ തന്നെ ഇന്ദുലേഖയുടെ തലമുടിയിൽ തിരുകട്ടെയോ? ഇന്ദുലേഖ: എൻ്റെ തലമുടിയിലോ? മാധവൻ: അതെ. ഇന്ദുലേഖ: മാധവന്റെ കൈകൊണ്ടോ? മാധവൻ: അതെ. ഇന്ദുലേഖ ഒന്നും മിണ്ടാതെ മന്ദഹസിച്ചുകൊണ്ട് നിന്നു. മാധവൻ പുഷ്പമാല ഇന്ദുലേഖയുടെ കുന്തളത്തിൽ ഭംഗിയായി വെച്ചു കഴിഞ്ഞ ഉടനെ ഇന്ദുലേഖ: ഇതെല്ലാം അക്രമമാണ്. മാധവൻ എൻ്റെ വല്യച്ഛൻ്റെ മരുമകനാണെങ്കിലും നോം ബാല്യം മുതൽ അന്യോന്യം കളിച്ചു വളർന്നവരാണെങ്കിലും എല്ലായ്പ്പോഴും നോം കുട്ടികളല്ലെന്ന് ഓർക്കേണ്ടതാണ്. മാധവൻ: ഈ മാല ഇന്ദുലേഖയുടെ തലമുടിയിൽ വെച്ചപ്പോൾ ഞാൻ കുട്ടിയാണെന്ന് അശേഷം ഓർത്തില്ല, നല്ല യുവാവാണെന്ന് തന്നെ വിചാരിച്ചു. ഇന്ദുലേഖ: ആ സ്ഥിതിയിൽ മാധവൻ എന്നെ എങ്ങനെ തൊടും? മാധവൻ: തൊട്ടത് കണ്ടില്ലേ? ഇന്ദുലേഖ: അതാണ് അക്രമമെന്ന് പറഞ്ഞത്. മാധവൻ കണ്ണിൽ വെള്ളം നിറച്ചും കൊണ്ട്: എന്നെ എന്തിനിങ്ങനെ വലപ്പിക്കുന്നു? ഇന്ദുലേഖയെ കൂടാതെ അരനിമിഷം ഈ ഭൂമിയിൽ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമില്ല. ഇന്ദുലേഖ മനസ്സിൽ വന്ന വ്യസനത്തെ സ്ഥിരമായി അടക്കിക്കൊണ്ട്: എന്നോട് കൂടാതെ ഇരിക്കണമെന്ന് ആര് പറഞ്ഞു? മാധവൻ: കൂടാതെ എന്നു പറഞ്ഞ വാക്കിന് ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെയോ ഇന്ദുലേഖ എന്നോട് ഇപ്പോൾ പറയുന്നത്? ഇന്ദുലേഖ: എന്താണ് മാധവൻ ഉദ്ദേശിച്ച അർത്ഥം? മാധവൻ: കൂടാതെ എന്ന് പറഞ്ഞത് ഇന്ദുലേഖയുമായി രാവും പകലും ഒരുപോലെ വിനോദിപ്പാനുള്ള സ്വാതന്ത്ര്യവും ഭാഗ്യവും കൂടാതെ എന്നാണ്. ഇന്ദുലേഖ: നേരം വൈകി, മഞ്ഞ് വീഴുന്നുണ്ട്, പോയി കിടന്നോളൂ. നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ വരണേ. മാധവൻ: ശരീരവും മനസ്സും വ്രണപ്പെട്ട പോലെ വേദനയുള്ള എനിക്ക് കിടന്നുറങ്ങാൻ എങ്ങനെ സാധിക്കും? ഇന്ദുലേഖ: അതിന് വ്രണവിരോപണമായ വല്ല മരുന്നും സേവിച്ച് സുഖം വരുത്തണം. മാധവൻ: ഞാൻ അതിനൊരു മരുന്ന് കണ്ടിട്ടുണ്ട്, ഒരു പ്രമാണപ്രകാരം. ആ പ്രമാണം പറയാം, മരുന്ന് തരുമോ? ഇന്ദുലേഖ: എന്താണ് പ്രമാണം? കേൾക്കട്ടെ. മാധവൻ: ഇന്ദീവരാക്ഷി തവ തീക്ഷ്ണ കടാക്ഷ ബാണപാദവ്രണേ ദ്വിവിധമൗഷധമേവ മന്യേ ഏകം തദീയമധരാമൃതപാനമന്യദുത്തുംഗബീന കുജകുങ്കുമപങ്കലേബഃ. ഇന്ദുലേഖ: ശരി, നല്ല പ്രമാണം. ഈ മരുന്ന് എവിടെ കിട്ടും? മാധവൻ: ഇന്ദുലേഖയുടെ കൈവശമുണ്ടല്ലോ. ഇന്ദുലേഖ: അത് ഇപ്പോൾ എടുപ്പാൻ പാടില്ല, മഞ്ഞ് വളരെ. ഞാൻ പോണു. മാധവൻ പോയി കിടന്നുറങ്ങൂ, ഭ്രാന്തന്മാരെ പോലെ ആവരുത്. മാധവൻ: ആട്ടെ, എനിക്ക് ആ മരുന്ന് എപ്പോഴെങ്കിലും കിട്ടുമോ? ഇന്ദുലേഖ കിട്ടുമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എന്നാൽ ഞാൻ പരമഭാഗ്യവാനായി. എന്നെ ഇങ്ങനെ തപിപ്പിക്കരുതേ, ആ വാക്ക് മാത്രം ഒന്ന് പറഞ്ഞു കേൾക്കണം. അതിനെനിക്ക് ഭാഗ്യമുണ്ടോ? ഇന്ദുലേഖ: എനിക്ക് ഉറക്ക് വല്ലാതെ വരുന്നു, ഞാനിതാ പോവുന്നു എന്ന് പറഞ്ഞ് ഇന്ദുലേഖ ക്ഷണേന മാളികയിലേക്ക് കയറിപ്പോയി. ഇന്ദുലേഖ പോയ വഴിയും നോക്കി മാധവൻ വിഷണ്ണനായി അതിപരിതാപത്തോടെ നിന്നു. ഇന്ദുലേഖ മുകളിലേക്ക് പോയി എന്നേ ഉള്ളൂ. മുകളിൽ അറയിൽ എത്തിയ മുതൽ ജാലകത്തിൽ കൂടി മാധവൻ മുറ്റത്തു നിന്ന് പോവുന്നതുവരെ മാധവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഇങ്ങനെ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം നടന്ന സല്ലാപങ്ങളെക്കുറിച്ച് പറയുന്നതായാൽ വളരെ പറയേണ്ടി വരും. പിന്നെ വിശേഷിച്ച് ഇത് ഒരു പൂർവ്വ കഥാപ്രസംഗം മാത്രമാണല്ലോ. എങ്കിലും ഒരു ദിവസം ഇവർ തമ്മിലുണ്ടായ ഒരു സല്ലാപം കൂടി എൻ്റെ വായനക്കാരെ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുന്നതിനാൽ പറയുന്നു. ഇന്ദുലേഖയെ തന്നെ രാവും പകലും വിചാരിച്ച് മാധവൻ്റെ മനസ്സിന് ഒരു പുകച്ചലായി തീർന്നു. ഒരു രാത്രിയിൽ മാധവൻ ഉറങ്ങാൻ ഭാവിച്ചു കിടക്കുന്നു. ഉറക്കം എന്തു ചെയ്തിട്ടും വരുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ മാധവന് തോന്നി, എന്തിനാണിങ്ങനെ സങ്കടപ്പെടുന്നത്? ഇന്ദുലേഖയ്ക്ക് എന്നോട് അനുരാഗമുണ്ടെങ്കിൽ ഇതിനെത്രയോ മുമ്പ് എൻ്റെ ഭാര്യയായി ഇരിക്കുമായിരുന്നു. എൻ്റെ മേൽ സ്നേഹമുണ്ടായിരിക്കാം, അനുരാഗമുണ്ടോ എന്ന് ഇനിയും എനിക്ക് സംശയം.
പിന്നെ എന്നേക്കാൾ എത്രയോ യോഗ്യന്മാരും ധനവാന്മാരുമായ ആളുകൾ ഇന്ദുലേഖയെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇന്ദുലേഖയ്ക്ക് തന്നെ അറിവുള്ളതിനാൽ അങ്ങനെ യോഗ്യന്മാരായവരിൽ ഒരുവനുമായി ചേർച്ചയായി മനസ്സിനെ അന്യോന്യം രഞ്ജിപ്പിച്ച് ഭാര്യാഭർത്താക്കന്മാരായി ഇരിക്കണമെന്നായിരിക്കാം ഇന്ദുലേഖയുടെ താൽപ്പര്യം. സ്ത്രീകളുടെ മനസ്സിനെ എങ്ങനെ അറിവാൻ കഴിയും? എത്ര തന്നെ പഠിപ്പുണ്ടായാലും സ്ത്രീ സ്വഭാവമല്ലേ. പിന്നെ ഞാനെന്തിന് വൃഥാ ഖേദിക്കുന്നു? ഇനി ഇന്ദുലേഖയെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ തപിപ്പിക്കുകയില്ല. നിശ്ചയം. രാവിലെ തോക്കുകളെടുത്ത് ഷിക്കാറിന് പോണം. അച്ഛനും വരുമായിരിക്കും. വളരെ ദിവസമായി ഷിക്കാർ ചെയ്തിട്ട്. ഈ ഒരു മനോവ്യഥ കൊണ്ട് എൻ്റെ പൗരുഷങ്ങളെല്ലാം നശിക്കാറായി. അങ്ങനെ വരുത്തരുത്. ഞാൻ ബുദ്ധിഹീനനായിട്ടാണ് ഇങ്ങനെ കിടന്ന് വലയുന്നത്. എനിക്ക് ചെറുപ്പമാണ്. ഇന്ദുലേഖയ്ക്ക് ഭർത്താവുണ്ടാകേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇനി ഒരു വലിയ ഉദ്യോഗസ്ഥനോ മറ്റോ ആവുന്നതുവരെ ഒരിക്കലും ഇന്ദുലേഖ ഭർത്താവ് വേണ്ടെന്ന് വെച്ച് ഇരിക്കുകയില്ല. പിന്നെ ആ മോഹം വൃഥാ. ഇനി ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിനെ വ്യസനിപ്പിക്കയില്ല എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ചു. ബഹുധൈര്യത്തോടെ കണ്ണടച്ച് ഉറങ്ങണം എന്ന് ഉറച്ചു കിടന്നു. കണ്ണടച്ച നിമിഷത്തിൽ ഇന്ദുലേഖയുടെ നീണ്ട കണ്ണുകളും ചെന്താമരപ്പൂവ് പോലെ ശോഭയുള്ള മുഖവും കുന്തളഭാരവും അധരങ്ങളും മുമ്പിൽ വെളിവായി കാണുന്നതുപോലെ തോന്നി. കണ്ണുമിഴിച്ചു. ഒന്നും കണ്ടതുമില്ല. മാധവൻ എണീറ്റിരുന്ന് ബഹുധൈര്യം നടിച്ച് ഇനി ഞാൻ ഇന്ദുലേഖയെ വിചാരിക്കുകയില്ല എന്ന് തീർച്ചയായി ഉറച്ചു. അപ്പോൾ തൻ്റെ അറയുടെ വാതുക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. മാധവൻ, ആരാണത്? ഞാൻ തന്നെ. പൂവരങ്ങിൽ നിന്ന് ഒരു മാല തന്നയച്ചിരിക്കുന്നു എന്നു പറഞ്ഞ് ഇന്ദുലേഖയുടെ ദാസി അമ്മു എന്ന സ്ത്രീ മാധവന്റെ അറയിൽ കടന്ന് തൻ്റെ കയ്യിലുള്ള ഒരു പനീർ ചെമ്പകമാല മാധവൻ വശം കൊടുത്തു. മാധവൻ മാല വാങ്ങി നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അമ്മു, നാളെ രാവിലെ ചായ കുടിക്കാൻ മുകളിൽ ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെല്ലാതിരിക്കരുതെന്ന് തീർച്ചയായി പറഞ്ഞിരിക്കുന്നു. മാധവൻ, ഞാൻ പുലരാൻ 4 നാഴികയുള്ളപ്പോൾ നായാട്ടിന് പോകുന്നു. അച്ഛനും വരുമായിരിക്കും. നാളെ അസ്തമിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ എന്ന് പറയൂ. അമ്മു, അങ്ങനെ തന്നെ പറയാം. എന്നാൽ പുലർച്ചയ്ക്ക് കാണണമെങ്കിൽ കാണാൻ ശരിയാവും. തിരുവാതിരക്കുളി ഉണ്ടല്ലോ. അമ്മ 7-8 നാഴിക വെളിച്ചാവാനുള്ളപ്പോൾ ഉണർന്ന് കുളപ്പുരയിൽ കുളിപ്പാൻ പോവാറാണ് പതിവ്. മാധവൻ, രാത്രി എനിക്ക് പെണ്ണുങ്ങളെ വന്ന് കാണുവാൻ പാടില്ല. മറ്റന്നാൾ രാവിലെ കാണാമെന്ന് പറയൂ. അമ്മു മന്ദഹസിച്ചുകൊണ്ട് പറയാം എന്ന് പറഞ്ഞ് ഇന്ദുലേഖയുടെ മാളികയിലേക്ക് പോയി വിവരം പറഞ്ഞു. ഇന്ദുലേഖ വീണ്ടും ദാസിയെ വേറൊരു വിവരം പറഞ്ഞ് മാധവന്റെ അടുക്കലേക്ക് അയച്ചു. അമ്മു രണ്ടാമത് ചെല്ലുമ്പോൾ മാധവൻ മാല കയ്യിൽ വെച്ച് നോക്കി രസിച്ചും കൊണ്ടിരിക്കുന്നു. അമ്മുവെ രണ്ടാമതും കണ്ടപ്പോൾ എന്താണ് പിന്നെയും വന്നത് എന്ന് ചോദിച്ചു. അമ്മ വിശേഷമായി ഒരു തൊപ്പി തുന്നുന്നുണ്ടത്രേ. അത് നായാട്ടിന് പോകുമ്പോൾ തലയിൽ ഇട്ടുകൊണ്ട് പോകാം. പുലർച്ചയ്ക്ക് മാളികയിൽ കയറി ചെല്ലാൻ യജമാനന് വിരോധമുണ്ടെങ്കിൽ മിറ്റത്ത് കിളിവാതിലിനു നേരെ നിന്നാൽ തൊപ്പി എടുത്തു തരാം എന്ന് അമ്മ പറഞ്ഞിരിക്കുന്നു. മാധവൻ, എന്നാൽ ഇപ്പോൾ ഇങ്ങോട്ട് കൊടുത്തയക്കരുതേ. അമ്മു, തൊപ്പി മുഴുവനും തീർന്നിട്ടില്ലായിരിക്കും. മാധവൻ, എന്താണ് രാത്രിയിൽ തുന്നൽപ്പണി ചെയ്യാറുണ്ടോ? അമ്മു, രാത്രി ഈയിടെ തുന്നലും പുസ്തകം വായനയും മറ്റും തന്നെയാണ്. ഉറക്കം വളരെ കുറഞ്ഞിരിക്കുന്നു. മാധവൻ, അതിനെന്താണ് സംഗതി? സംഗതി എന്തോ എന്ന് പറഞ്ഞ് അമ്മു മന്ദഹസിച്ചും കൊണ്ട് തല താഴ്ത്തി ലജ്ജാഭാവത്തോടെ നിന്നു. മാധവൻ, അങ്ങനെയാട്ടെ, നീ പൊയ്ക്കോ. ഞാൻ പുലർച്ചെ പോകുമ്പോൾ ജാലകം തുറന്നു കണ്ടാൽ വിളിക്കും എന്ന് പറയൂ. ജാലകം തുറന്നു കണ്ടില്ലെങ്കിൽ നേരെ പോകും. അമ്മ പോയ ഉടനെ മാധവന് പിന്നെയും വിചാരം തുടങ്ങി. ഇന്ദുലേഖയ്ക്കും ഉറക്കമില്ല. എന്നോട് ഇന്ദുലേഖയ്ക്ക് അനുരാഗമുണ്ടെന്നുള്ളതിന് സംശയമില്ല. എനിക്ക് ലേശം സംശയമില്ല. എന്നാൽ പിന്നെ എന്താണത് ഭാവിക്കാത്തത്? കുട്ടിക്കളികളല്ലാതെ വേറെ ഒന്നും പുറത്തു കാണുന്നില്ലല്ലോ. ഇതിനെന്ത് സംഗതി എന്നിങ്ങനെ ആലോചിച്ചും കൊണ്ട് മാധവൻ കട്ടിലിന്മേൽ നിന്ന് എണീറ്റ് രാവിലെ ഷിക്കാറിന് പോവാനുള്ള വട്ടങ്ങൾ ഒരുക്കി. ഒന്നാന്തരം ഒരു തോക്കെടുത്ത് തുടച്ചു വെച്ചു. ആവശ്യമുള്ള തിരകൾ എടുത്തു വെച്ചു. പുലരാൻ 4 നാഴികയ്ക്ക് ചായ വേണമെന്ന ബാല്യക്കാരനെ വിളിച്ചു പറഞ്ഞ് കിടന്നു. 4 മണിക്ക് എണീറ്റ് കുപ്പായം, കാലുറ, ബൂട്ട്സ് ഇതുകളിട്ട് തൻ്റെ ഒരു ബാല്യക്കാരനെയും വിളിച്ചുകൂട്ടി നായാട്ടിന് പുറപ്പെട്ടു.
മേലോട്ട് നോക്കിയപ്പോൾ ഒരു ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി നിൽക്കുന്നത് പോലെ ഇന്ദുലേഖയുടെ മുഖം ജാലകത്തിൽ കൂടെ മുകളിൽ ഇന്ദുലേഖയുടെ സമീപം കത്തുന്ന അതിപ്രകാശമുള്ള വെളിച്ചത്തിൽ കണ്ട് മാധവൻ മയങ്ങിപ്പോയി. ഇന്ദുലേഖ, എന്താണിത്ര നേരത്തെ പുറപ്പെട്ടത്? ജന്തുഹിംസ ചെയ്യണമെങ്കിൽ ജന്തുക്കളെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വേണ്ടേ? ഇരുട്ടിലെങ്ങനെ കാണും? മാധവൻ, കുറേ ദൂരം പോയിട്ട് വേണം നായാട്ട് തുടങ്ങുവാൻ. ഇന്ദുലേഖ, ഓഹോ, വലിയ വട്ടം കൂട്ടിയിട്ടുള്ള നായാട്ടിനോ ഭാവം? മാധവൻ, കുറെ വിസ്തരിച്ചു തന്നെയാണ് ഭാവം. അങ്ങനെയായാൽ മനസ്സിന് കുറെ സുഖമുണ്ടാവുമെന്ന് തോന്നുന്നു. ഇന്ദുലേഖ, ശരി, ഇക്കുറി മദിരാശിയിൽ നിന്ന് വരുമ്പോൾ എത്ര തോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്? മാധവൻ, ഒന്നു മാത്രം, ബ്രീച്ച് ലോഡർ. ഇന്ദുലേഖ, അത് എനിക്കൊന്ന് കാണണം, ഇങ്ങോട്ട് കൊടുത്തയക്കൂ. മാധവന്റെ ബാല്യക്കാരൻ ഉടനെ തോക്ക് മുകളിലേക്ക് കൊണ്ടുചെന്നു. ഇന്ദുലേഖ വാങ്ങി അകത്തു വെച്ച് വാതിൽ പൂട്ടി അമ്മുവോട് വെളിച്ചമെടുക്കാൻ പറഞ്ഞ് കുളിപ്പാൻ ചുവട്ടിലിറങ്ങി. മാധവന്റെ അരികത്തെത്തിയപ്പോൾ പറഞ്ഞു. ഇന്ദുലേഖ, ശരി, ബ്രീച്ച് ലോഡർ ഇപ്പോൾ മാളികയിലിരിക്കട്ടെ. തൊപ്പിപ്പണി മുഴുവനും തീർന്നിട്ടില്ല. അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ നായാട്ടിന് പോവാം. സുഖമായി ഇപ്പോൾ പോയി കിടന്നുറങ്ങൂ. മാധവൻ, ഇത് വലിയ സങ്കടം തന്നെ. എനിക്ക് നായാട്ടിന് പോവാൻ പാടില്ലെന്നോ? ഇന്ദുലേഖ, അതെ, ഇന്ന് പോവാൻ പാടില്ലെന്ന് തന്നെ. മാധവൻ, അതെന്താണ്? ഇന്ദുലേഖ, തൊപ്പിപ്പണി തീർന്നിട്ടില്ല, അതുതന്നെ. മാധവൻ, ഞാൻ തൊപ്പി വേണമെന്ന് പറഞ്ഞുവോ? ഇന്ദുലേഖ, തൊപ്പി വേണ്ട എന്ന് പറഞ്ഞുവോ? ഇന്നലെ അമ്മ വന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയായിരുന്നില്ലേ? മാധവൻ, വേണ്ട എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. ഇന്ദുലേഖ, അത് സാരമില്ല, അത് ഞാൻ കേൾക്കയില്ല. ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ ഞാൻ രാത്രി ഉറക്കൊഴിഞ്ഞ് പണി ചെയ്യുന്നതല്ലായിരുന്നു. പിന്നെ ഇത്രയൊക്കെ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടിച്ച് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആര് കേൾക്കും? മാധവൻ, ഈ കുട്ടിക്കളിയിൽ ഒന്നും എനിക്ക് അശേഷം രസം തോന്നുന്നില്ല. മനുഷ്യരെ വെറുതെ ഉപദ്രവിച്ചിട്ട് എന്ത് പ്രയോജനം? ഇന്ദുലേഖ, ഞാൻ കുട്ടിയാണ്. മാധവനും കുട്ടി തന്നെയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മുമ്പ് നോം കളിച്ചതുപോലെ ഇപ്പോഴും കളിക്കാം. മാധവൻ, ഇന്നാളല്ലേ ഇന്ദുലേഖ പറഞ്ഞത് കുട്ടിക്കളി ഇനി പാടില്ല എന്നും മറ്റും? ഇന്ദുലേഖ, അപ്പോൾ മാധവനെ കുട്ടിയുടെ മാതിരിയിലല്ല കണ്ടത് എന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ട് കുളിപ്പാൻ പോയി. മാധവൻ വിഷണ്ണനായി തോട്ടത്തിൽ നടന്നും കൊണ്ടിരുന്നു.